ഹലോ നമസ്കാരം, സിമ്പിൾ ടിച്ചണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇതാരാ സ്വാഗതം പറയുന്നേ? അറിയില്ലേ? ഇതാരാ? ഞാനാ. ഇന്ന് അപ്പുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് അപ്പു ചിക്കണന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് 5 വയസ്സായി. പിന്നെ ഏട്ടൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ പോയത് ഒരാഴ്ച മുമ്പാണല്ലോ. അപ്പോൾ അന്നേരം ഏട്ടനൊരു വിഷമാവണ്ട എന്നൊക്കെ ഓർത്ത്. പിന്നെ ഏട്ടനുള്ളപ്പോൾ അവനൊരു സന്തോഷമാണ്. അച്ഛനും കൂടെ കൂടി ഇരുന്നിട്ട് കേക്കൊക്കെ മുറിക്കാൻ പറ്റുന്ന അവന് സന്തോഷമാണല്ലോ. അത് ഏട്ടനും സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ കേക്ക് മുറിച്ചു. പിന്നെ ഇന്ന് നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. സെലിബ്രേഷൻ ഒന്നും ഇല്ല, ചെറുതായിട്ട് അത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ പുതിയ ഉടുപ്പൊക്കെ കിട്ടി. കുഞ്ഞിൻ്റെ അച്ചാമ്മയൊക്കെ മേടിച്ചു കൊടുത്ത ഉടുപ്പാണ് ഇത് കേട്ടോ, അല്ലേ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൂന് കുറേ വിശ്വസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക് യു. എല്ലാവരോടും താങ്ക് യു പറ. താങ്ക് യു. പിന്നെ നമുക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കമൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് അതിനൊരു റിപ്ലൈ കൊടുത്താലോ? അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത്, കുറേ കമൻറ്റ് ഉണ്ട്. പുറകിലേക്കുള്ള കുറേ കമൻറ്റിന് ഞാൻ റിപ്ലൈ ഓൾറെഡി അതിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ആദ്യത്തെ കമൻറ്റ്, ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടുകാരെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കാണിക്കാം. ഇപ്പം ഞങ്ങളുടെ ഫുൾ ഫാമിലി ഇവിടെ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിലും അച്ഛനുണ്ട്, അമ്മ ഇവിടെ ഇല്ല. പിന്നെ അവിടെ ആണെങ്കിൽ അവിടെ അനിയൻ്റെ വൈഫും കുട്ടികളൊന്നും അവിടെ ഇല്ല. പിന്നെ പപ്പയൊക്കെ ആണെങ്കിലും കടയിൽ പോകുന്നത്, പപ്പ തയ്ക്കുന്നതാണ്, ഏട്ടൻ്റെ പപ്പ തയ്ക്കുന്നതാണ്, തയ്യൽ കടയൊക്കെ ഉണ്ട്. അപ്പം രാവിലെ പോയാൽ പപ്പയൊന്നും കിട്ടൽ കുറവാണ്. പപ്പ കടയിൽ പോകും. അപ്പം തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പം എല്ലാവരുടെയും കൂടെ ഒരു ദിവസം പരിഗണിച്ച് എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്ന ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാവേ. അടുത്ത ചോദ്യം എന്നറിയോ, മാഷ അടുത്തില്ലാത്തതിനാൽ ഉണ്ണി സ്വയം പര്യാപ്തത നേടി ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സുരേഷ് ഏട്ടനാട്ടോ പറഞ്ഞേ. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത് അല്ലേ. സാഹചര്യം വരുമ്പോൾ പഠിച്ചു പോകും അല്ലേ. പിന്നെ ഉണ്ണി ചേട്ടൻ വിളിക്കാറില്ലേ, സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വിളിക്കാറുണ്ട്, ഏട്ടൻ എന്നും വിളിക്കാറുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പിന്നെ ഏട്ടന് കമൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് റിപ്ലൈ ചിലപ്പോഴൊക്കെ റിപ്ലൈ ഇടാറുണ്ടെന്ന് തോന്നുന്നു. കമൻസിനൊക്കെ ഏട്ടൻ ചിലപ്പോൾ റിപ്ലൈ ഇട്ട് തരാറുണ്ട്. അല്ലാതെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. ഞാനില്ലേ മോളെയും കൊണ്ടൊക്കെ വീഡിയോ പോയപ്പോൾ ഉള്ള ആ വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോ കണ്ടിട്ട് അതിന് വന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാനും ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു, മോനെയൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട്. പേടിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. സത്യമാണ് കേട്ടോ. നമ്മൾ മാത്രമല്ലല്ലോ, പിള്ളേരെയും വെച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. അന്നേരം നമുക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും പേടിയുണ്ടാവും. പിള്ളേരെ നല്ല, ഇപ്പം നമ്മൾ പുറകിൽ ഒരാളെ ഇരുത്തുമ്പം ഒന്നുകൂടെ പേടിയാണ്. നമ്മളെക്കാൾ കൂടുതൽ അവരെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്. എന്നാലും പോയിട്ട് മാത്രമാണ് നമുക്ക് ആ പേടിയൊക്കെ മാറത്തുള്ളൂ. പിന്നെ സുഖമാണോ ഉണ്ണിയും ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാൻ തുടങ്ങിയത്. ഒരുപാട് നന്ദിയുണ്ട് എന്ന് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാത്ത എന്താണെന്ന് അറിയാം, ആരും വിഷമിക്കേണ്ട. പക്ഷെ എല്ലാവരെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. പേര് ചിലത് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ചിലത് യൂസർ ഐ ഡി പോലെയാണ് പേരൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കാൻ തുടങ്ങിയത്. ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവർക്കും ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്തത്. അതെല്ലാവർക്കും നല്ല കുറേ പേർക്കൊക്കെ ഉപകാരപ്രദമായി എന്ന് അറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഒറ്റയ്ക്കാണ് ഇങ്ങനെ എണ്ണ അടിക്കാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ഇല്ലേ, പെട്രോൾ അടിക്കാൻ പോയപ്പോൾ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല പേടിയായിരുന്നു ആദ്യം. ഞാനും ഇങ്ങനെയായിരുന്നു, ആദ്യം ഒറ്റയ്ക്കായിരുന്നു പോയെന്നൊക്കെ പറഞ്ഞു. അത് ശരി. നമുക്ക് ആദ്യം ഫസ്റ്റത്തെ കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പേടിയാണ്. പിന്നെ നമുക്ക് ഉള്ളിലൊരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതല്ലേ, നമ്മൾ ചെയ്ത കാര്യമാണല്ലോ എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടാകും അല്ലേ, ഉറപ്പായിട്ടുണ്ടാകും. അത് ഓർമ്മ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു പേടിയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ, ഇറങ്ങുമ്പോൾ ഒട്ടും വേഗത കൊടുക്കാതിരിക്കുന്നതാണോ നല്ലത്? ഒരിക്കലും വേഗത കൊടുക്കരുത് കേട്ടോ. നമ്മൾ ആക്സിലേറ്റർ കംപ്ലീറ്റ്ലി കുറച്ചിരിക്കണം. ആക്സിലേറ്റർ കൊടുക്കണ്ട. ഇറങ്ങാൻ പോകുന്നത് എന്ന് നമ്മളൊരു 2 മിനിറ്റ് മുമ്പേ കാണുന്നുണ്ട് അല്ലേ.
കുറച്ച് നേരത്തെ ഒരു 2 സെക്കൻഡ് മുമ്പെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അന്നേരം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്സിലേറ്റർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അന്നേരം ആക്സിലേറ്റർ കൊടുക്കുകയേ ചെയ്യരുത്. ഒന്നാമത് നമ്മൾ തുടക്കക്കാരാണ്, ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതൊക്കെ നന്നായിട്ട് നല്ല തറമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും, അവർക്കാണ് അങ്ങനെ പറ്റുന്നത്. അപ്പം നമുക്കങ്ങനെ പറ്റിയെന്ന് വരില്ല. നമ്മളൊരൊറ്റ പോക്കിന് ചിലപ്പം അത് കഴിഞ്ഞൊരു വളവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങ് പോകും. ഈ വളവൊന്നും തിരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ആക്സിലേറ്റർ കുറയ്ക്കണം. നമ്മൾ ബ്രേക്കിൽ കൈ വെച്ചിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ 2 ബ്രേക്കും പിടിക്കരുത്. 2 ബ്രേക്കും പിടിക്കുമ്പോൾ വണ്ടി മറിയുകയും ചെയ്യും. അന്നേരം നമ്മൾ കാല് കുത്താതെ ഇരിക്കുമ്പം 2 ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിൽക്കും. അന്നേരം കാല് കുത്താതെ ആയിരിക്കും, നമ്മൾ അറിയത്തില്ലല്ലോ. പെട്ടെന്ന് പിടിക്കുമ്പോഴേ കാല് കുത്താതെ ഇരിക്കുമ്പോൾ ഈ വണ്ടി അങ്ങ് മറിയുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉരുണ്ട് ഇറക്കമാകുമ്പോൾ അങ്ങ് ഉരുണ്ടങ്ങ് പോവുകയും ചെയ്യും വണ്ടി നമ്മളൊക്കെ ആയിട്ട്. അതിനൊന്നും നിൽക്കണ്ട. നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് ആ സൈഡിലെ ബ്രേക്ക് പിടിക്കരുത്. അപ്പുറത്തെ സൈഡിലെ ഇടത്ത് സൈഡിലെ ബ്രേക്ക് നമ്മൾ പിടിച്ചിട്ട്, എന്നുവെച്ചാൽ മുറുക്ക പിടിക്കരുത്, പതുക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വണ്ടി മൂവ് ചെയ്യാനുള്ള ഒരു സ്പീഡ് മാത്രം കൊടുത്ത് പോവാം. എന്നിട്ട് വളവാണോ പിന്നെയും കയറ്റമാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്യട്ടെ. വളവിൽ നമ്മൾ ആക്സിലേറ്റർ അധികം കൊടുക്കേണ്ട കാര്യമേ ഇല്ല, ജസ്റ്റ് ഒരു ആക്സിലേറ്റർ മാത്രമേ കൊടുക്കാവുള്ളൂ, അത് വളവില്ല കേട്ടോ. അപ്പം ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇത് ബ്രേക്ക് പിടിച്ച് പതുക്കെ ഇറങ്ങി പോവുക. അങ്ങനെയാണ്. പിന്നെ കാല് കുത്തിയിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു നാണക്കേടും വിചാരിക്കട്ടെ. ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു ആദ്യമേ. ഇപ്പം പിന്നെ ഞാൻ കാല് കുത്താതെ പതുക്കെ ബ്രേക്ക് പിടിക്കും കേട്ടോ. ബ്രേക്ക് പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത് ഇപ്പോഴും. പക്ഷെ 2 ബ്രേക്ക് ഒരുമിച്ചല്ല. നമ്മളെ വണ്ടി ഇറക്കത്തിൽ നിർത്തേണ്ട സാഹചര്യം വന്നെങ്കിൽ മാത്രമാണ് 2 ബ്രേക്കും പിടിച്ചിട്ട് കാല് നിലത്ത് കുത്തണം. അന്നേരം കാല് നിലത്ത് കുത്താതെ ഇരിക്കരുത് കേട്ടോ. പിന്നെ വേഗത കൊടുത്തില്ലെങ്കിലും വണ്ടി ഇറക്കത്തിൽ പോകുമല്ലോ, ഉറപ്പായിട്ടും പോകും. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എതിരെ വണ്ടി വരുമ്പോൾ പ്രശ്നമാകുമോ? ഇറങ്ങുമ്പോൾ പേടിയാണ്. അങ്ങനെ പോകുമ്പോൾ ഉറപ്പായിട്ടും എതിരെ വണ്ടി വരും എന്ന് വിചാരിച്ച് തന്നെ വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ വണ്ടിയൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അപ്പുറത്തോട്ടൊരു വണ്ടി വരുന്നുണ്ട്, അതിലെ വണ്ടി കയറി വരുന്നുണ്ട് എന്നുള്ള മുൻധാരണയോട് കൂടി തന്നെ വേണം നമ്മൾ ഇറങ്ങാനാണേലും അല്ല നിരന്ന റോഡിലൂടെ പോകുമ്പോഴാണേലും വളവുകളിലാണേലും ഉറപ്പായിട്ട് നമ്മൾ ഓടിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് അന്നേരം പേടി തോന്നില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഉണ്ട് വണ്ടി വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിലേ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഓർക്കാതെ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾ പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവും കേട്ടോ. അപ്സെറ്റ് ആവും. അന്നേരം ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടും, നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു വീഴും, അങ്ങനെയൊക്കെ ചെയ്യും. അന്നേരം അതിന് ഇടവരുത്തണ്ട. അതുകൊണ്ട് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ പോവുക. ഇനി കാല് കുത്തി പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പോവുക കേട്ടോ. ആദ്യം അങ്ങനെയൊക്കെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ബ്രേക്ക് എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന്. അത് വലത് സൈഡിലെ ബ്രേക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വണ്ടി നിർത്താനായിട്ടാണ്. അല്ലാതെ നമുക്ക് ആ ബ്രേക്ക് പിടിക്കേണ്ട കാര്യമില്ല. ആ ബ്രേക്കും കൂടെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ വണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇടത് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും വണ്ടി നിൽക്കത്തില്ലല്ലോ. പക്ഷെ വലത് സൈഡിലെ ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും വണ്ടി പൂർണ്ണമായിട്ട് നിർത്താൻ നമുക്ക് സഹായിക്കും. അന്നേരം നമ്മൾ കാലും കൂടെ കുത്തണം കേട്ടോ. അല്ലാതെ നമ്മൾ ആ ബ്രേക്ക് പിടിക്കാൻ ഉപയോഗിക്കരുത്. പിന്നെ സങ്കടപ്പെടരുതുണ്ണി, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻസുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഉണ്ണി ചേച്ചി ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. എനിക്കന്ന് ഫസ്റ്റ് ചേട്ടൻ പോയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ചെയ്തില്ലേ, അന്നേരം എനിക്ക് നല്ലതായിട്ട് എൻ്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നിങ്ങളത് കാണുകയും ചെയ്തല്ലേ, എനിക്കത് ശരിക്കും വിഷമമുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കമൻസ് കണ്ടപ്പോഴും ഏട്ടൻ ആ വീഡിയോ കണ്ടിട്ട് വിളിച്ചപ്പോഴും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി പെട്ടെന്ന് അങ്ങനെ സങ്കടപ്പെടുകയൊന്നുമില്ല. പക്ഷെ കണ്ണൊക്കെ നിറഞ്ഞു, അത് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അന്നത്തേനേക്കാൾ ഞാൻ കുറച്ചുകൂടെ ആ വിഷമത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ.
ഇനി അങ്ങനെ അത്ര പെട്ടെന്ന് എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും, നമ്മളെയും കൊണ്ടും പറ്റും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ എവിടെ പോയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഏട്ടൻ സൗദിയിലാണ് പോയത്. പോയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. സൗദി ദമാമിലാണ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ വണ്ടിയാണോ തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എട്ടെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വണ്ടി ആയിരിക്കും ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ അതിനകത്താണ് ടെസ്റ്റ് എടുത്ത് ചെയ്യുന്നതും അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതും ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഓടിച്ച് നോക്കുന്നതും അതിനകത്താണല്ലോ. അപ്പോൾ നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളല്ലാതെ നമുക്ക് സ്കൂട്ടിയിലൊന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏറ്റവും ബുദ്ധിമുട്ട് സ്കൂട്ടിയിലൊക്കെ എടുക്കാനാണ്. പക്ഷെ അവിടുന്ന് തരുന്ന ബൈക്കൊക്കെ ഉണ്ടല്ലോ, ബൈക്കൊക്കെ നല്ല സുഖമാണ്, നന്നായിട്ട് വളഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ബൈക്കൊക്കെ ആക്കുന്നത്. ആദ്യത്തെ ആ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് അടുപ്പിച്ച് നമ്മൾ ആ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നന്നായിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഹാൻഡ് സിഗ്നൽ കാണിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ വണ്ടി ഉപയോഗിക്കാം. അതിനിപ്പോൾ അവരുടെ വണ്ടി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ വണ്ടിയിലാണെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്തിടണം. പ്രാക്ടീസ് മസ്റ്റാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അടുപ്പിച്ച് പോയിട്ട് തന്നെ പ്രാക്ടീസും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അന്നേരം നമുക്ക് നമ്മുടെ വണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാവേ. ഓടിക്കാൻ പറ്റിയ നല്ല സ്കൂട്ടി ഏതാണ്, സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് പറ്റിയത് ഏതാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല കേട്ടോ. ഞാൻ തുടക്കക്കാരിയാണ്. ഞാനിപ്പോൾ ഓടിക്കുന്നത് ആക്റ്റീവയാണ്. എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച എനിക്ക് എന്നും പറ്റില്ല എന്ന് വിചാരിച്ച വണ്ടിയാണോ അതാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി. കാരണം എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ച വണ്ടി ആക്റ്റീവ. അപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്റ്റീവ വേണ്ട, എനിക്ക് പറ്റുന്ന ചെറിയ വണ്ടി ഏതെങ്കിലും എടുത്ത് തരണം. ഒന്നാമത് എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പം അതിൻ്റെ കൂടെ ഇനി വലിയ വണ്ടിയൊക്കെ എടുത്തു തന്നിട്ട് എനിക്ക് ഓടിക്കാനൊന്നും പറ്റത്തൊന്നുണ്ടാവില്ല. അപ്പം എനിക്ക് അതനുസരിച്ചുള്ള വണ്ടി എടുത്ത് തരാവുള്ളേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യം, എൻ്റെ സമയം, എന്താ പറയുക, എൻ്റെ ലക്കാണ് കേട്ടോ ഇപ്പോൾ ആ വണ്ടി. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം അതെൻ്റെ ലക്ക് തന്നെയാണ് ആ വണ്ടി. എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നത് എൻ്റെ കഴിവ് മാത്രമല്ല, നമ്മളെപ്പോലെ തന്നെ അല്ലെ നമ്മളെക്കാൾ അധികം സ്നേഹിക്കുന്ന നമ്മുടെ വണ്ടിയും കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒതുക്കത്തിൽ നന്നായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആക്റ്റീവ. പിന്നെ ആദ്യമത്തെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഈ വണ്ടി ഓടിക്കും. ഇപ്പോൾ ബുള്ളറ്റ് വരെ ഇപ്പോൾ എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഏത് വണ്ടിയും ഓടിക്കാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇന്ന വണ്ടി മാത്രമേ പറ്റുള്ളൂ എന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചേച്ചി കാറ്റ് തുറന്ന് വിടുന്ന വീഡിയോ ഇടാമോ പ്ലീസ് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടേ. അതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ടയറിന് കാറ്റടിക്കുന്ന വീഡിയോ ആണോ, എന്താന്ന് ഒന്ന് ക്ലിയർ ആയാലും ഒന്ന് പറയണേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ടാണ്. മെയിൻ റോഡിൽ നിന്നുള്ള ഇറക്കവും ഹമ്പ് ഒരുമിച്ച് വരുന്നുണ്ട്. എങ്ങനെ ഇറങ്ങുമ്പോൾ ബ്രേക്ക് പിടിക്കണോ, വണ്ടി ഫുൾ സ്ലോ ആക്കണോ? ഇറക്കമാണല്ലോ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഇറക്കത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഒരിക്കലും ഹമ്പ് വെക്കില്ല. ഇറങ്ങി എന്തായാലും ഹമ്പ് കഴിഞ്ഞ് നിരപ്പ് റോഡായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അന്നേരം നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല. ആക്സിലേറ്റർ ഫുള്ള് നമ്മൾ വിട്ടിട്ട് ഒട്ടും ആക്സിലേറ്റർ കൊടുക്കാതെ ഇടത് കയ്യിലെ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങി വരാൻ. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യമാണ്, എനിക്ക് ഏട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഹമ്പിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ ഹമ്പിലേക്ക് ആദ്യത്തെ ടയർ ഹമ്പിലേക്ക് കയറി കഴിയുമ്പോൾ പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക. ഈ ഇപ്പറേ നമ്മൾ പിടിച്ചിരിക്കുന്ന ബ്രേക്ക് അന്നേരം ബ്രേക്ക് പിടിക്കരുത്. ബ്രേക്ക് പിടിക്കാതെ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് അത് ഓടിച്ചു പോകാൻ പറ്റും കേട്ടോ. വീഡിയോസ് നിർത്തരുത്. ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്. എനിക്ക് എത്ര സ്പീഡിൽ ഓടിക്കണമെന്ന് പറഞ്ഞു തരുമോ? ഞാൻ എപ്പോഴും 20 സ്പീഡിലാണ് പോകുന്നത്. ഊര ബാലൻസ് കിട്ടുന്നില്ല. അതിനും എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് റിപ്ലൈ. ഊര എന്ന് വെച്ചാൽ എന്താ എനിക്ക് മനസ്സിലായില്ലടാ, എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല കേട്ടോ. 20 സ്പീഡിൽ പോകുന്നത് വലിയ നാണക്കേടായിട്ടൊന്നും വിചാരിക്കണ്ട. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം പോകുന്നത്.
20-25 സ്പീഡിൽ. ഞാൻ ഇപ്പോഴും 20-25 സ്പീഡിൽ പോവാറുണ്ട്. അന്നേരം നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് വണ്ടി ഓടി പോവാൻ പറ്റുന്ന സ്പീഡ് ഉണ്ടല്ലോ. അല്ല ഇനിയിപ്പം കയറ്റമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 25 ആയിരിക്കില്ല, ചിലപ്പോൾ 30-35 ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. പുറകിൽ ആളുണ്ടെങ്കിൽ അതനുസരിച്ച് 30 ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും, അല്ലെങ്കിൽ 35 വേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ കയറ്റം ഒന്ന് കയറി കിട്ടത്തുള്ളൂ. പക്ഷേ അല്ലാത്ത സ്ഥലത്തൂടെ ചിലപ്പോൾ 20-25 ഒക്കെ പോയി ഓടിച്ച് പഠിച്ചാൽ മതി. പയ്യെ പയ്യെ നമ്മളത് റോഡിലുള്ള പേടിയും എതിരെ വണ്ടി വരുന്നതും വളവും തിരിവും എല്ലാം കഴിഞ്ഞ് അതെല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പം തന്നെ നമ്മൾ ഓക്കെ ആകും. അപ്പോഴത്തേക്ക് നമുക്ക് ആ പേടിയൊക്കെ മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ സ്പീഡൊക്കെ കൂടും കേട്ടോ. ആ തന്നെ അങ്ങ് സ്പീഡ് കൂടിക്കോളും. പിന്നെന്താ, അപ്പുച്ചിക്ക് കുറേ ഹാപ്പി ബർത്ത്ഡേ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങൾക്ക് അങ്ങനെ 5 വയസ്സായിരിക്കുകയാണ് ഗൈസ്, അല്ലേ? അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസിലൊക്കെ വരാൻ കേട്ടോ. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങ് വന്നതാണ്. ഒന്നും പറയാനൊന്നും ഇല്ലേടാ? ഇല്ലയോ? ചമ്മല് വരുന്നോ? ഇല്ല. എന്നാ ശരി, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു സപ്പോർട്ടും ഇല്ല ചേച്ചി. 5 മിനിറ്റ് ആണ് ആകെ ടൈം തരുന്നത്. അത് കൂട്ടിത്തരുമോ എന്ന് ചോദിച്ചതിന് അവർ ഭയങ്കര റഷായിട്ട് ഇങ്ങനെ അവരോട് ബിഹേവ് ചെയ്തു. ഞാൻ വേറെ സ്കൂളിൽ ചേരാമെന്ന് വെച്ചാൽ അത് വേറെ RTOയുടെ കീഴിലാണുള്ളത്. ചേഞ്ച് ഓപ്ഷൻ ഇല്ല. എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ഒരു നല്ല സൊല്യൂഷൻ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എന്താ പറയുക, വേറെ RTOയുടെ കീഴിലാവുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ 5 മിനിറ്റിൽ കൂടുതൽ അതെന്താ അങ്ങനെ തരാത്തതെന്ന് അറിയത്തില്ല. സാധാരണ 1 മണിക്കൂറൊക്കെ കിട്ടേണ്ടതാണല്ലോ. നമ്മൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാം. നമ്മൾ ഈ ഫീസ് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കതിന് പറയാം. പറഞ്ഞിട്ട് ഇനിയിപ്പം എന്താണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണോ കൊടുക്കുന്നത്, അതോ ഇയാളോട് മാത്രമാണോ എന്താണെന്ന് അറിയത്തില്ല. അതെല്ലാവർക്കും അങ്ങനെയാണോ ചോദിക്കണം. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം കൂടുതൽ വേണമെന്ന് തന്നെ പറയാം. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ എന്തായാലും പഠിക്കാൻ ഇറങ്ങിപ്പോയില്ലേ. നമുക്ക് ടെസ്റ്റിനിപ്പോൾ ഒരു സ്കൂളിൻ്റെ ഇത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുന്ന കാര്യം മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടണ്ട. പറ്റുന്നത് അത്രയും നമുക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. പിന്നെ എന്നെ കൊണ്ടും പറ്റും, ഇനിയിപ്പോൾ ഇവർ പഠിപ്പിച്ചില്ലെങ്കിലും നമുക്കും പറ്റും, വീട്ടിലിരുന്നാണേലും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുമ്പോട്ട് പോവാം. ഉറപ്പായിട്ടും പറ്റും. നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് പറ്റും എന്നുള്ള കാര്യം. ഉറപ്പായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ ടെസ്റ്റിന് നമ്മളിപ്പോൾ ഒരാളുടെ സഹായം, എന്തായാലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് പിന്നെ അവിടേക്ക് പോയി വേണേൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അന്നേരം അവരുടെ വണ്ടി ഉപയോഗിക്കുകയും വേണം കേട്ടോ. എട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വണ്ടി തന്നെ ഉപയോഗിക്കണം, അല്ലാത്ത വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. റോഡ് ടെസ്റ്റിന് അതിന് നമുക്ക് വേറെ വണ്ടി വേണേൽ ഉപയോഗിക്കാം, നമ്മുടെ സ്വന്തമായിട്ട് വണ്ടി വേണേൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചിക്കണ്ണാ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ആർക്കൊക്കെയോ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുത്ത് അല്ലേ. അപ്പോൾ ചിക്കണ്ണന് കുറേ വിഷസൊക്കെ വന്ന് അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി തരുന്നു. ഞങ്ങൾ നന്ദി തരുന്നു. അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ, സീ യു.